ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ആന്തൂറിയം ഫാമിലിയിൽപ്പെട്ട ആന്തൂറിയം ക്രിസ്റ്റാലിനം എന്നൊരു ചെടിയാണ്. ഇത് കണ്ടാൽ വളരെ വലിയ ലീഫോട് കൂടി വലിയൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് ഹാർട്ട് ഷേപ്പാണുള്ളത്. ഇത് പക്ഷേ നല്ലൊരു ചെടിയാണ്, പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വേരുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ നടുകയാണെങ്കിൽ ആ ബാക്കിയുള്ള വേരിൽ നിന്നും വേറെ പ്ലാന്റ് മുളച്ച് വരും. ഇത് വർഷത്തിൽ 2 പ്രാവശ്യം വളമിട്ടാൽ മതി. നല്ല വലിപ്പമുള്ള ഇലയോടുകൂടി നന്നായിട്ട് വളർന്നു വരും. ഇതിന് ആന്തൂറിയം പോലെയുള്ള പൂക്കളുണ്ടാവും, പക്ഷേ അതിന് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഇതിൻ്റെ ഇലകൾക്ക് തന്നെയാണ് ഭംഗി. ഇതിന് വൈറ്റ് നേഴ്സ് ഉണ്ട്, നമ്മുടെ ഫിറ്റോണിയ പോലെയുള്ളത്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ആവശ്യമില്ല, ഷേഡിൽ വെച്ച് വളർത്തിയാൽ മതി. ഇതിൻ്റെ കിഴങ്ങിൽ നിന്നും നമുക്ക് തൈകളുണ്ടാക്കാം. കിഴങ്ങ് നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ തൈകൾ വരും. അതുപോലെ നമുക്ക് മണ്ണ് അധികമില്ലാതെ തൊണ്ടിൻ്റെ പീസും കരിക്കട്ടയും കുറച്ച് മണ്ണ് മാത്രം ഇട്ടിട്ട് ഓർക്കിഡൊക്കെ നടുന്ന പോലെ തന്നെ നമുക്ക് നട്ടും ഇത് വളർത്തിയെടുക്കാം. ഇത് എപ്പിഫൈറ്റ് പ്ലാന്റ് ഇനത്തിൽപ്പെടുന്നതാണ്, അഥവാ മരത്തിൽ വളരുന്ന തരം ചെടിയാണ്. അതിനാലാണ് ഇതിന് അധികം മണ്ണ് ആവശ്യമില്ല എന്ന് പറഞ്ഞത്. വലിയ പ്ലാന്റ് ആയതിനാൽ കുറച്ച് വലിയ പോട്ടിൽ വേണം ഇത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ വളർന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ വേരിന് ഓടാനായിട്ട് സ്ഥലം കിട്ടില്ല. ഇത് ആന്തൂര്യത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ടാണ്. ഈ കാണുന്ന ആന്തൂര്യത്തിൻ്റെ ലീഫാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആന്തൂറിയം ക്രിസ്റ്റാലിനം എന്ന പേര് ആന്തൂര്യത്തിൻ്റെ ഫാമിലിയിൽ പെട്ടതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ വീട്ടിലും വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.